കോട്ടയം മലരിക്കല്ലിൽ ആമ്പൽ വസന്തം തീർത്തത് പൂക്കളുടെ മനോഹാരിത മാത്രമല്ല, ഒരു നാടിന്റെ മുഖം തന്നെ മാറ്റിയ കാഴ്ചയാണ്. ആമ്പൽക്കാലം കാണാനെത്തിയ ആയിരക്കണക്കിന് സഞ്ചാരികൾ. നാട്ടുകാരുടെ വരുമാനത്തിൽ വരുത്തിയ മാറ്റം ചെറുകിട കച്ചവടങ്ങൾക്ക് വലിയ ഉണർവാണ് നൽകിയത്. ഇത്തവണ ഓണത്തിലും മലരിക്കൽ വീണ്ടും സഞ്ചാരികളുടെ പ്രിയ കേന്ദ്രമാവുകയാണ്. കണ്ണെത്താത്ത ദൂരത്തോളം പരന്നുകിടക്കുന്ന ആമ്പൽപ്പൂക്കൾ, കാഴ്ച കാണാനെത്തുന്ന സഞ്ചാരികളുടെ തിരക്ക്, ഒപ്പം നാട്ടുകാരുടെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങളും. കോട്ടയം മലരിക്കൽ ഇന്നറിയപ്പെടുന്നത് ആമ്പൽ വസന്തത്തിന്റെ പേരിലാണ്. ഒരു കാലത്ത് വിവാഹം പോലും മുടങ്ങിയ ഈ ഗ്രാമീണ പ്രദേശത്ത് ആമ്പൽക്കാലത്ത് സഞ്ചാരികളുടെ ഒഴുക്കാണ്. കളറാക്കുന്ന ആമ്പലാണ്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു പണിയില്ലാതിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഇതൊരു വലിയ ഉപകാരമാണ്. ഞങ്ങളുടെ കുടുംബങ്ങളെല്ലാം കഴിഞ്ഞു പോകുന്നു. വള്ളം ഓടുന്നുണ്ട്, പൂ ഇങ്ങനെ ഞങ്ങൾ പെണ്ണുങ്ങൾ വയ്ക്കുന്നുണ്ട്. ഞങ്ങൾക്ക് വീട്ടിൽ വലിയ ബുദ്ധിമുട്ടില്ല. മറ്റേ ഞങ്ങൾക്ക് ഈ വെള്ളപ്പൊക്കമായാൽ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒന്നിനും പൈസ ഇല്ലാത്ത സമയങ്ങളാണ്. ആണുങ്ങൾക്കും പണിയില്ല, പെണ്ണുങ്ങൾക്കും പണിയില്ല. പിന്നെ ഇങ്ങനൊരു ആമ്പൽ വസന്തം വന്നുകൊണ്ട് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ ഞങ്ങളുടെ കുടുംബങ്ങൾ കഴിയുന്നു. ഞങ്ങളുടെ പിള്ളേരെ സ്കൂളിൽ വിടുന്നു. പിന്നെ ഞങ്ങളുടെ വീട്ടിലെ കാര്യങ്ങളെല്ലാം അങ്ങനെ നടന്നു പോകുന്നു. ആമ്പൽ കാഴ്ച കാണാനെത്തുന്നവർക്കായി നാട്ടുകാർ ഒരുക്കിയ ബോട്ട് യാത്രകളും ഭക്ഷണശാലകളും ചെറുകിട കച്ചവടങ്ങളും നിരവധി കുടുംബങ്ങൾക്ക് അധിക വരുമാനത്തിന്റെ വഴിയായി. പൂക്കൾ വിരിഞ്ഞതോടെ തൊഴിലവസരങ്ങളും വർദ്ധിച്ചു. ഓണം അടിപൊളിയല്ലേ ഇതുള്ളതുകൊണ്ട്, ആമ്പൽ വസന്തം ഉള്ളതുകൊണ്ട്. അല്ലെങ്കിൽ ഒരു പണിയില്ലല്ലോ, ഒരു പണിയില്ലായിരിക്കില്ല. ഇങ്ങനെ ഒരു നല്ല കാര്യം വന്നുകൊണ്ട് ജനങ്ങളെല്ലാം 10,000, 2,000, 3,000 രൂപ കിട്ടും. അപ്പം ഞങ്ങൾക്ക് ഇപ്പോൾ വള്ളം 99 വള്ളമുണ്ട്. ഒരു ഓട്ടോയെ കിട്ടുകയുള്ളൂ. ശനിയാഴ്ച കിട്ടും 2 ഓട്ടം 3 ഓട്ടം. രക്ഷപ്പെട്ട് അപ്പോൾ എനിക്ക് 2 വള്ളമുണ്ട്. ഒരു വള്ളത്തെ വേറെ പാർട്ടിയാണ് ഓടുന്നത്. ഞാനല്ല വാങ്ങിയായിട്ട് ഓടും. വഴിയോര കച്ചവടക്കാർ മുതൽ നാട്ടിലെ ചെറുകിട സംരംഭകർ വരെ ആമ്പൽ വസന്തത്തിന്റെ ഗുണഭോക്താക്കളായി. ഓണക്കാലം കൂടി എത്തുമ്പോൾ സഞ്ചാരികളുടെ തിരക്ക് ഇനിയും വർദ്ധിക്കുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. Chennai, we have come for a holiday and we just now did the lake boating. And how was the experience? Very nice, very beautiful. Kerala tourism, very nice. Weather also Like very nice. Weather also very nice. all this lilies so good. See, natural lilies, very good. Yeah, very nice place. Everyone should come here. Yeah, thank you. Out of 7 couples, we are coming from Chennai. We didn't know, all of us didn't know, only this guy knows where we are going. We didn't know we are coming to Kottayam. From here we are going somewhere else, that also we don't know where are we going. It's a surprise for all of us. It's a blind date. കഴിഞ്ഞ സർക്കാർ മേഖലയിലേക്ക് മനോഹരമായ റോഡ് നിർമ്മിച്ചു. സഞ്ചാരമാർഗം മികച്ചതായതോടെ കൂടുതൽ സഞ്ചാരികളും എത്തി. ഒരു പൂക്കാലം വിനോദസഞ്ചാര കേന്ദ്രത്തെ മാത്രമല്ല, ഒരു നാടിന്റെ സമ്പദ് വ്യവസ്ഥയെയും മാറ്റിമറിക്കുന്ന കാഴ്ചയാണ് മലരിക്കലിൽ കാണാനാകുന്നത്. സാംജിത് ആർപ്പൂക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.